ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാലോ, അതിന് കാശ് വേണ്ടേ, ഇൻവെസ്റ്റ്മെന്റ് റിസോഴ്സസ് വേണ്ടേ? ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ? AKG സെന്ററിൽ നിന്ന് കൊണ്ടുവരാൻ പോകണോ? ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല, കുടിവെള്ള കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ കാശില്ല, പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂള് 75% സ്കൂള് സേഫ് ആക്കാൻ കാശില്ല, എന്നിട്ടാണ് റെയിൽവേ ഉണ്ടാക്കാൻ. ഇവരാണ് കേരളത്തിലെ സംഘികളുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ. ഇയാളെ നിന്നൊക്കെ കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പോട് കൂടിയാണ് കേരളക്കാർ മൊത്തം കാണുന്നത്. പിന്നെ സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം നാട് നശിച്ചു കാണാൻ വേണ്ടിയും ഉള്ളിലുള്ള വർഗീയത കൊണ്ട് സംഘിസം ഇവിടെ കൊണ്ടുവന്ന് ചാണക സംസ്കാരം കൊണ്ടുവരാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളവന്മാരാണ് നീയും നിന്റെ കൂട്ടാളികളൊക്കെ. പക്ഷെ കേരളത്തിൽ BJPക്ക് ഒരു വേര് പോലും തീർക്കാൻ കഴിയില്ല എന്ന് കണ്ടതുകൊണ്ട് കേരളത്തിൽ സാമ്പത്തികമായിട്ടില്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ബജറ്റ് അവതരണത്തിൽ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരുന്നു കേരളത്തിൽ ഒന്നും തന്നില്ല. അതിന് നിരാശയൊന്നുമില്ലടോ. അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങാൻ നോക്കി, നിങ്ങൾ തരൂലെന്നറിയാം. പക്ഷെ നിങ്ങളുടെ ഗോൾവാക്കറുടെയോ ഗോഡ്സെയുടെയോ യോഗിയുടെയോ മോദിയുടെയോ അമിത്ഷായുടെ തറവാട്ടിലൊന്നും ഇറന്നിട്ടൊന്നുമില്ല. GST അടക്കുന്നതിന്റെ ഭാഗമായിട്ട് ബജറ്റ് അവതരണം നടക്കുമ്പോൾ അതിൽ നിന്നൊരു വിഹിതം കിട്ടാനതാണ് തന്നില്ല എന്ന് മാത്രമല്ല, ആ തരാത്തത് നീ അടക്കം ഇവിടെ നിന്നുകൊണ്ട് പരിഹസിക്കണേ. നിന്റെ സംഘികളൊക്കെ ഇനി ഒരു വോട്ട് ചോദിച്ചു വരുമ്പോൾ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ തിരിച്ചറിയണം, സ്വന്തം നാട് നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവന്മാരാണ് ഇവന്മാര്. ഇവന്മാരുടെ കയ്യിലൊക്കെ ഭരണം കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിന്ന് സ്വാതന്ത്ര്യത്തോടെ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നിഷേധിക്കപ്പെടും. ഇവന്മാരുടെ ആഗ്രഹപ്രകാരം ഇവന്മാരുടെ ആജ്ഞപ്രകാരം മാത്രമുള്ള ഭക്ഷണങ്ങൾ മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൽ ഇവന്മാരുടെ കാഴ്ചപ്പാടിലുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ചേരി തിരിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരമായിരിക്കും പിന്നെ ഇവിടെ ഉണ്ടാകുക. പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിലായിരിക്കും കേരളത്തിന്റെ അവസ്ഥ. ഇവ വർഗീയ കലാപങ്ങൾ അയച്ചുവിടും. ഇവന്മാർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും നിങ്ങളൊന്ന് പോയി നോക്കണം, വർഗീയതയുടെ പേരിൽ ചേരി തിരിച്ചിട്ടുള്ള ഏറുകളായിരിക്കും. അതായത് ദളിത ഒരു ഭാഗത്ത്, ഉന്നത ജാതിക്കാരുടെ ഭാഗത്ത്, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന മറ്റു ഭാഗത്ത് മുസ്ലിങ്ങൾ വേറെ ഭാഗത്ത്, ക്രിസ്ത്യാനികൾ വേറെ ഭാഗത്ത്. എന്നിട്ടോ ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടാലോ കേട്ടാലോ അത് തല്ലി തകർക്കുക, തീ വെക്കുക, അതുപോലെ തന്നെ ഉന്മൂലനം ചെയ്യുക. അവ തിരിച്ചറിയുക. ഇപ്പോഴെങ്കിലും സംഘികളുടെ ഇരട്ടത്താപ്പും അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം നാടിനെ നശിപ്പിക്കാൻ തീവ്ര മത ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഇവന്മാരെ തിരിച്ചറിയുക തന്നെ വേണം.